ഹായ്, അങ്ങനെ നമ്മൾ ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചിരിക്കാനും അത്യാവശ്യം നല്ല കോമഡീസും പിന്നെ പിക്ചർ ക്വാളിറ്റീസും പിന്നെ ആക്ടിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ ഒരു ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഫീലുള്ള ഒരു സിനിമയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പക്ഷെ അതിൽ കുറേയൊക്കെ നമുക്ക് കാണുമ്പോൾ പല സിനിമകളിൽ നിന്നും കണ്ടിട്ടുള്ള കുറെ സീനുകളൊക്കെ ആയിട്ട് ഇപ്പോൾ തോന്നുമെങ്കിലും പക്ഷെ ആ ഒരു എന്താ പറയാ ആ ഒരു ഫിലിമിന്റെ ഏരിയയിൽ എല്ലാവരും വളരെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷർഫുദ്ദീൻ, പിന്നെ അനുപമ പരമേശ്വരൻ, അതുപോലെ ജോമോൻ, പിന്നെ വിനയ് ഫോർട്ട്, വിജയരാഘവൻ, വിനായകൻ, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സിനിമയുടെ ഓരോ സീനുകളും നമുക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും ചില ഭാഗത്ത് നമുക്ക് ചെറിയൊരു സസ്പെൻസ് പോലത്തെ ഒരു സാധനം തരുന്നുണ്ട്. ചില ഭാഗത്ത് നൈസായിട്ട് കോമഡി പോകുന്നുണ്ട്. അതിൽ പിന്നെ നമ്മുടെ ഷർഫുദ്ദീനൊക്കെ അടിപൊളിയായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ജോമോനൊന്നും പറയാൻ വേണ്ട, ജോമോന്റെ സെയിം റൊട്ടീൻ പോലെ തന്നെ നല്ല അത്യാവശ്യം ചിരിക്കാവുന്ന കോമഡീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിജയരാഘവന്റെ റോളും ഒരു സസ്പെൻസ് റോളാണ്. അതേപോലെ വിനായകനൊക്കെ അടിപൊളിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വേഗം പോയി തിയേറ്ററിൽ പോയി കണ്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി എന്നൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഒരു സംഭവം എന്നല്ലെങ്കിൽ പോലും അത്യാവശ്യം ചിരിക്കാം. പിന്നെ നമുക്ക് എന്താ പറയാ ഒരുപാട് സമയമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിന്റെ അടുത്താണ്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് സിനിമ. കാരണം ഒരു 1 hour ആവുമ്പോഴേക്കും ഹാഫ് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് സിനിമ തീർന്ന പോലുള്ള ഒരു ഫീൽ നമുക്ക് തോന്നും. ഇത്രയും വേഗം പെട്ടെന്ന് പടം തീർന്നോ എന്നുള്ളൊരു ഫീല് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും. കാരണം നമ്മൾ എൻജോയ് ചെയ്തിരുന്ന് കാണുന്നുണ്ട് ആ ഒരു സിനിമ. അല്ലാണ്ട് നമ്മൾ ബോറടിച്ചിട്ട് അയ്യോ ഇത് എന്ത് ക്ലാഷ് അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, നല്ല നൈസായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ പാട്ടുകളാണെങ്കിലും പിന്നെ ഇതിൽ എടുത്തിട്ടുള്ളൊരു കഥ തന്നെ നല്ല രസമാണ്. നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കില്ല രണ്ടാമത് വിചാരിക്കുന്ന ഒരു സ്റ്റോറിന്ന് വീണ്ടും ആശം മാറിയിട്ട് വേറൊരു സംഭവത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ. അതായത് രസകരമാണ്. അതേപോലെ വിനയ് ഫോർട്ടും ആശാന്റെ ആ ഒരു സൗണ്ടൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇതിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പഴയ കുറെ സിനിമയിലൊക്കെ ഉണ്ടാവുന്ന ക്ലൈമാക്സ് പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലും ഉണ്ടായിട്ടുള്ളത്. പുതുമയൊന്നും ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. പുതുമകളൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. പഴയ സിനിമയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു പുതിയ ആൾക്കാരെ അഭിനയിച്ച് ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് പോലെ ആക്കി എടുത്തതുപോലെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കണ്ടിരിക്കാം അത്യാവശ്യം ചിരിക്കാൻ പറ്റും. നമ്മളൊക്കെ മുന്നൊക്കെ കണ്ടു വന്നിട്ടുള്ള കുറെ പഴയ പടങ്ങളുണ്ടാവും. അതിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാനൊക്കെ സിനിമ കണ്ടപ്പോൾ അതിലെ ലാസ്റ്റിലുള്ള ഒരു ക്ലൈമാക്സ് സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ജയറാമേട്ടനും ശ്രീനിവാസനും കൂടി ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പഴയ ഒരു സിനിമയാണ്, നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം എന്നാണ് തോന്നുന്ന ആ സിനിമയുടെ പേര്. അതായത് ശ്രീനിവാസനായിട്ട് നമ്മുടെ ജയറാം നഗരത്തിലോട്ട് വരുന്നു, അവനെ തെരഞ്ഞ് അവന്റെ അച്ഛനമ്മയൊക്കെ വരുന്ന സമയത്ത് ലാസ്റ്റിലൊരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ട്, കൊട്ടാരം പോലത്തെ ഒരു മ്യൂസിയത്തിൽ വെച്ചാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ അതിന് പകരമായിട്ട് ഇതിൽ വേറൊരു സീന് സെറ്റ് ചെയ്ത പോലെ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയായിരുന്നു. എനിക്ക് തോന്നിയതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം കമന്റ് അറിയിക്കണം. എന്തായാലും ഒരു 1 time മൂവിയാണ്, കണ്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ എല്ലാവരും സിനിമക്കൊന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.